നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് തിരികെ പ്ലസിലാണ് ഇരിക്കുന്നു. ജസ്റ്റ് പ്ലസ് 100 പോയിന്റിന്റെ അടുത്ത് പ്ലസിലിരിക്കുന്നു. പിന്നെ സെൻസെക്സ് 300 പോയിന്റ് പ്ലസിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി താഴെയാണ് ഇരിക്കുന്നു. ഒരാളെ പറയാം അത്ര വലിയ രസമൊന്നും ഇല്ല ഇന്ന് മാർക്കറ്റിൽ. ഇതുകൊണ്ട് അത്ര വലിയ രസം ഇല്ല മാർക്കറ്റിൽ എന്ന് നോക്കുമ്പോൾ ഇപ്പം മാർക്കറ്റിൽ മോൺസൂൺ ഡെഫിസിറ്റ് ആണ്. കാരണം മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ജൂൺ 1 തന്നെ മഴ കേരളത്തിൽ വന്നിരിക്കണം. ഇത് കേരളത്തിലിരുന്ന് മറ്റ് സ്ഥലങ്ങളൊക്കെ ചെന്നിരിക്കും. ഈ സമയം കൊണ്ട് ബോംബെ എത്തിയിരിക്കണം. ബോംബെയിൽ നിന്ന് അങ്ങനെ പോയിരിക്കണം. ഇന്ത്യയിലുള്ള മുഖ്യ സ്ഥലങ്ങളിൽ, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ ഇല്ല. അതുപോലെ തന്നെ ബോംബെയിലും മോൺസൂൺ റെയിൻ വന്നില്ല. പിന്നെ കേരളത്തിൽ നോക്കുമ്പോൾ അത്രയും വിചാരിച്ച അത്ര ഇതോളം ഒന്നും മഴ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് എന്ത് പറയുന്നു എന്നാൽ ഓവറായിട്ട് 69% മഴ കുറവായിട്ട് പെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെയാണ് സൂപ്പർ എൽനിനോ എന്ന് പറയുന്നു. എനിവേ ഇന്നും ഒരു 3 മാസത്തിൻ്റെ സമയമുണ്ട്. ഈ 3 മാസത്തിൽ എത്രയാണ് ക്യാച്ചപ്പ് ചെയ്യുന്നു എന്നതിന് നോക്കാം. 10% താഴെ ചെന്നാൽ കൂടെ നമുക്ക് നഷ്ടമാണ്. ഇത് 60% താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം വിലവാശി കൂടും. ഇത്രയും ദൂളമാണ് ഈ വിലവാശി കൂടാൻ പോകുന്നു എന്നതുപോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പെട്രോൾ ഡീസൽ കട്ടുപ്പാടുമുണ്ട്. പക്ഷേ ഇല്ല എന്ന് പറയുന്നു. ഇന്ന് ഞാൻ നാമക്കല്ലിലാണ് ഇരിക്കുന്നത്. നാമക്കല്ലിൽ ഈ ട്രേഡർ അസോസിയേഷൻ്റെ ഹെഡ് എന്നെ നോക്കാൻ വന്നായിരുന്നു. എന്ത് പറയുന്നെന്നാൽ 200 ഡീസൽ ഇടുന്നു. 200 ലിറ്ററിൻ്റെ മുകളിൽ ഡീസൽ വരുവാണെങ്കിൽ പമ്പിനെ ലോക്ക് ചെയ്യുന്നു. കാരണം ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നു. അവരെന്ത് പറയുന്നതെന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് വ്യാപാരം ചെയ്യുന്നത് എന്നത് ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റുന്നില്ല എന്ന് അവർ വിഷമിക്കുന്നു. കാരണം വ്യാപാരം ചെയ്യേണ്ടത് ഭയങ്കര പാടാണ് അവിടെ. ഇന്നലെ സേലത്തിലിരുന്ന് നാമക്കലിന് ചെല്ലുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചായിരുന്നു. ഇതിലൊരു സർവർ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ബ്രോക്കൺ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, സർ ഇറാൻ വാർ പ്രോബ്ലം ആണ്, നോ ഗ്യാസ് അവൈലബിൾ, ഇത് കാരണം ചൂടായിട്ടുള്ള ഭക്ഷണങ്ങളില്ല, സിമ്മൊന്നും വയ്ക്കുന്നതില്ല. മുമ്പെയൊക്കെ സിമ്പിളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഹോട്ടായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടിയായിരുന്നു. നിങ്ങളിപ്പോൾ ലേറ്റായി എത്തിയിരിക്കുന്നു. ഈ കുറച്ച് കുളിർന്ന ഭക്ഷണങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവറോളായിട്ട് ഇതൊക്കെ കരുതി കൂട്ടി നോക്കുമ്പോൾ ജൂൺ മാസത്തിൻ്റെ മാർക്കറ്റിൻ്റെ സ്റ്റേറ്റസും ഭയങ്കര ലോ എന്ന് മനസ്സിലായി. ജൂലൈൻ്റെ മാസവും ഇങ്ങനെ തന്നെ ഇരിക്കുമായിരിക്കും. ഏർണിങ്സ് ഇരിക്കത്തില്ല ഒരുപാട്. പിന്നെ ഏർണിങ്സ് ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഒരുപാട് കയറില്ല. എങ്ങനെയെങ്കിലും ഒരു വശം സന്തോഷിക്കുകയാണെങ്കിൽ FIA ബാറ്റ് എടുത്തുകൊണ്ട് വരും. FIA ഇന്നും $800 ബില്യൺ വച്ചിരിക്കുന്നു. $800 ബില്യൺ സ്റ്റോക്കിന് അവരെ കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. വിറ്റുകൊണ്ടേയിരിക്കും. $800 ബില്യൺ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ തന്നെ BA അവർ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഇത് കിടക്കുന്ന $800 ബില്യൺ വിൽക്കുകയാണെങ്കിൽ നമ്മളെ നാടുകളിൽ ഡോളറേ ഇരിക്കൂല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നും ഒരു ട്രേഡ് ഡെഫിസിറ്റിലാണ് ഇരിക്കുന്നത്. ഇത് കാരണം ഇതുപോലെ മേളിലും താഴെയും ചെല്ലുന്ന മാർക്കറ്റിന് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. സ്വർണത്തിൻ്റെ വില പ്രാക്ടിക്കലി ഫ്ലാറ്റാണ്. 10-15 രൂപ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. 10-15 രൂപ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിലും കൊമേഴ്ഷ്യൽ വെഹിക്കിളിനും ഒരു AGM നടത്തിയായിരുന്നു. ആ AGMൽ N ചന്ദ്രശേഖർ സംസാരിച്ചായിരുന്നു. പുള്ളി എന്ത് പറഞ്ഞെന്നാൽ 2030-31 അകത്ത് 20% മാർക്കറ്റ് ഷെയറിനെ വയ്ക്കും. കാരണം ഇപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥിതിക്ക് ഒരു 12-13% മാർക്കറ്റ് ഷെയർ അവർക്ക് ഇരിക്കുകയാണെങ്കിൽ അതുവേ തന്നെ അവർക്ക് കൂടുതലാണ്. 9-10 അടുത്തിരിക്കണം. ആ മാസങ്ങളിൽ 12 വരയ്ക്കും എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ വർഷത്തിന് 6.5 ലക്ഷം വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ ഇനി അത് ഡബിളായി. ഒരു കൊല്ലത്തിന് 13 ലക്ഷം വാഹനങ്ങൾ വിൽക്കുമെന്നാണ് പറയുന്നത്. 25-26 എല്ലാവരും ലോസ് ചെയ്തു. അങ്ങനെ ഇരുന്നും പാരന്റ് കമ്പനിക്ക് കാശിൻ്റെ ആവശ്യം വന്നപ്പോൾ ALR കൊടുത്തു. 1650 കോടി രൂപ എടുത്തായിരുന്നു. അതിൻ്റെ ശേഷം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാറിലിരുന്നും ട്രക്കിലിരുന്നും റവന്യൂ ഡൈവേഴ്സിഫിക്കേഷന്, സോഫ്റ്റ്വെയർ, പിന്നെ AI ഇതുപോലത്തെ കാര്യങ്ങളിന് ഓണായിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം ആ റവന്യൂ സൈറ്റിൽ ചില മാസങ്ങളിൽ വളരെ നന്നായിട്ടും മാസങ്ങളിൽ വളരെ കുറവായിട്ടും ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ഇനി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നോക്കുവാണെങ്കിൽ 2019 ലെവലിൽ ഒക്കെ ഇപ്പം തന്നെ കഴിഞ്ഞു പോകുന്നു.
പോലെ വേരിയിങ് ആയിരിക്കുന്ന മാർക്കറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഇതൊരു യുക്തിയായിരിക്കുമെന്നാണ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് വന്നിട്ടുള്ള ന്യൂസ്. സിപ്ല വന്നിട്ട് ശിവം എന്ന ഒരാളെയാണ് ഇന്ത്യയുടെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഒൺ സിപ്ല ഒൺ ഇന്ത്യ എന്ന പ്രോഗ്രാമിന് ഹെഡ് ഇയാളാണ്. മൊത്തത്തിൽ ഇന്ത്യയെ ചുറ്റിയിരിക്കുന്ന എല്ലാ സിപ്ല ബിസിനസ്സും ഇവർ ഗവനിക്കുമെന്നാണ് സിപ്ലയിലുള്ള ആൾക്കാർ പറയുന്നത്. റെസ്പിറേറ്ററി ഡ്രഗ്സ്, അതായത് മൂച്ചിനുള്ള ഡ്രഗ്സൊക്കെ സിപ്ല അതിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആക്കാനും ഇന്നും ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഒരു പെർഫോമൻസ് കൊടുക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സിപ്ലയുടെ പ്രൈസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നും ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റേഞ്ചിലാണ് അത് ഉള്ളത്. നമ്മൾ അതിനെ കൺസിഡർ ചെയ്ത് നമ്മൾ പോക്കറ്റിൽ വച്ചിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ വളരെ സ്ലോ ഫേസിലാണ് ഇതിനെ ചെയ്യണം. അടുത്തത് നമ്മളെ സൈഡസ് ലൈഫ് സയൻസസ് അരിസ്റ്റോ എന്ന് പറയുന്ന കമ്പനീനെ വാങ്ങുന്നതായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ആ ട്രാൻസാക്ഷനൊക്കെ തീർന്ന് ആ കമ്പനിയെ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്തു, നമ്മളെ സൈഡസ് ലൈഫ് സയൻസസ്. ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയിൽ എലോൺ മസ്കിൻ്റെ കമ്പനി 2.8 ട്രില്യൺ വാല്യുവേഷൻ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ മൈക്രോസോഫ്റ്റ്, അമേസോൺ ഇതുപോലത്തെ പല വലിയ കമ്പനികളിൽ അതിനൊക്കെ പുറകെ വിട്ട് ഇത് മുമ്പേ ചെന്നിരിക്കുന്നു. പെട്ടെന്ന് ഇതിൻ്റെ മുകളിലിരിക്കുന്ന വലിയ കമ്പനി, ഒന്ന് ആൽഫബറ്റ്, അതിൻ്റെ മുകളിൽ എൻവിഡിയ, ഇതിന് രണ്ടിനെയും, അതായത് ആൽഫബറ്റ് ആൻഡ് എൻവിഡിയനെയും ഗാലി ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു മാസ് സ്പെക്കുലേഷൻ ആണ്. ഇതിൽ അത്ര വലിയ ഗെയിൻ നമുക്ക് കിട്ടൂല. ഗോൾഡ് ലോൺ ബിസിനസ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് സർജായിട്ടുണ്ട്. നിയർലി 50% ഇൻക്രീസ് ആയിട്ടുണ്ട്. നാമക്കലിൽ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു NBHൻ്റെ ലീഡർ എന്ത് പറഞ്ഞു എന്നാൽ, ഇത് ഭയങ്കര ഡിമാൻഡ് ഇരിക്കുന്നു സർ, ഹെഡ്ജ് കൂടെ നമ്മൾ റീച്ച് ആയില്ല, ഒരുപാട് ദിവസത്തിൽ ഗ്രോത്ത് ഇരിക്കും എന്നാണ് പറഞ്ഞത്. പ്രൈമറിലി ഇത് ഗോൾഡ് ബേസ് അസറ്റാണ്. ഇത് ഒരുപാട് ദിവസത്തിന് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഇരിക്കും. ഇന്നും അത് ഓർഗനൈസ്ഡ് സെക്ടർ നോക്കി വന്നില്ല. സെൻട്രൽ ബാങ്ക്സ് ഒക്കെ എന്ത് പറയുന്നു എന്നാൽ, ട്രംപ് അടിക്കുന്ന കൂത്ത് ഞങ്ങളെ കൊണ്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല, പ്യുവറായിട്ട് ഡോളറിനെ വച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നു. കാരണം ഗോൾഡ് റിസോഴ്സ് ഞങ്ങൾ കയറ്റാൻ പോകുന്നു. ഗോൾഡ് 25% ഡോളറിൽ കറക്റ്റായ കാരണം ഞങ്ങൾ അകത്ത് ചെന്ന് ഗോൾഡിനെ കയറ്റാൻ പോകുന്നു എന്ന് പറയുന്നു. രൂപ നമ്മുടെ ലക്ഷ്യമായ 125 5 കൊല്ലത്തിൽ തൊടും. അതേസമയം സ്വർണമും കുറച്ച് കയറും. കോമ്പിനേഷനിൽ സ്വർണത്തിൻ്റെ വില 25,000 ചെല്ലാൻ വളരെ ചാൻസ് കൂടുതലാണ്. സെൻട്രൽ ബാങ്ക് തന്നെ ഗോൾഡിനെ വാങ്ങുന്നു എന്നാൽ ഡെഫിനറ്റായിട്ട് സ്വർണത്തിൻ്റെ വില ഏറും. നമ്മൾ സ്വർണത്തിനെ മറക്കരുത്. HDFC വന്നിട്ട് ചെയർമാൻ പറഞ്ഞ ആ ലീഗൽ ഹെവി റിപ്പോർട്ടിനെ കണ്ടായിരുന്നു. തന്നെ ന്യൂസ് വന്നതുപോലെ ആ ലീഗൽ റിപ്പോർട്ടിൽ FC ബാങ്ക് ഏത് തെറ്റും ചെയ്തില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് ശശിധർ ജഗദീഷിന് ഒരു ചെറിയ ബൂസ്റ്റ് കൊടുത്തതുപോലെയാണ്. ഭയങ്കര ഡാൻസിൽ കാണും. ഈ ഒരു പ്രാവശ്യം ഈ CEO ടേം ഒത്ത കൺഫേമായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഇതൊക്കെയാണ് മുഖ്യ വാർത്തകൾ. താളെ ഇറങ്ങുവാണെങ്കിൽ ലിസ്റ്റിലിരുന്ന് എടുക്കുന്നതിന് ആവശ്യത്തിന് ചിലപ്പോൾ 1-2 എടുക്കാം. ഒരാളെ നോക്കുമ്പോൾ മാർക്കറ്റ് വീക്കായിട്ടാണ് ഇരിക്കുന്നത്. സൂക്ഷിച്ചതിൽ കളിക്കണം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.